SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകളിൽ CPIM-ഉം CPI-യും രണ്ട് തട്ടിൽ. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് വർഗീയവാദിയാകുമോ എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വർഗീയ പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് ജനങ്ങൾക്കറിയാമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ നാവാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. വെള്ളാപ്പള്ളിയുടെ ചതിയൻ ചന്തു പരാമർശത്തോടുള്ള നിലപാടിൽ യോജിപ്പിന്റെ ഒരു രാപ്പകലിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ തന്നെ വർഗീയ പരാമർശങ്ങളിൽ CPIM-ഉം CPI-യും ഭിന്ന നിലപാടുകളിലേക്ക് എത്തിയത്. വർഗീയ പ്രസ്താവനകൾ തുടരുമ്പോഴും വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്നാണ് CPIM-ന്റെ നിലപാട്. ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ ഒരാൾ വർഗീയവാദിയാവോ? നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിലല്ലേ നോക്കാം. വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. തീവ്രവാദി എന്നതടക്കമുള്ള വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ വർഗീയ ചെവിയുള്ള പ്രസ്താവനകളോട് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു CPI-യുടെ പ്രതികരണം. അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നാവായിട്ടാണ് വേറെ ചില ആളുകൾ ഇത് പറയുന്നത്. നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനുമായുള്ള പരിധിപ്പെട്ട ചങ്ങാത്തം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് LDF-ൽ പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോഴാണ് വർഗീയ പരാമർശങ്ങളിൽ LDF-ലെ പ്രധാന പാർട്ടികൾ ഭിന്നിച്ചു നിൽക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.